ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ പറഞ്ഞുതരാൻ വേറെ ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. ഞാൻ നിൽക്കുന്നത് കിള്ളിപ്പാലം ജംഗ്ഷനിലാണ്. അതായത് കിള്ളിപ്പാലം ജംഗ്ഷൻ നമ്മുടെ PRS ഹോസ്പിറ്റലിനൊക്കെ അടുത്തായിട്ടാണ്. നമ്മുടെ കിള്ളിപ്പാലം ജംഗ്ഷനിൽ നിന്ന് ആറ്റുകാൽ അതുവഴി കാലടിയിലേക്ക് പോകുന്ന ആ റോഡാണ് ഈ കാണുന്നത്. കിള്ളിപ്പാലം ബണ്ട് റോഡെന്ന് പറയും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറി നമുക്ക് ഈ റോഡിൻ്റെ കരയിലായിട്ട് തന്നെ ഒരു 24 സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട്. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ആറ്റുകാലൊക്കെ വളരെ അടുത്താണ്. കാലടി ജംഗ്ഷൻ എത്തണ്ട. കാലടി ജംഗ്ഷൻ എത്തുന്നതിന് ഏകദേശം ഒരു 200 മീറ്റർ മുൻപായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഈ റോഡ് ഫ്രണ്ടേജാണ്. ഈ റോഡിൽ നിന്ന് മാറിയല്ല, ഈ കിള്ളിപ്പാലം ബണ്ട് റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജാണ്. ഏകദേശം 36 മീറ്ററാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നത്. നമുക്ക് ഈ റോഡ് അങ്ങനെ തന്നെ പോകുമ്പോൾ ഒരു റൗണ്ടാന വരും. ആ റൗണ്ടാനയിൽ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രം, അങ്ങോട്ടേക്ക് പോകാണ്ട് നമുക്ക് വീണ്ടും നേരെ പോവാം. ആ റൗണ്ടാന കഴിഞ്ഞ് വീണ്ടും ഒരു 700 മീറ്ററോളം പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. നമ്മുടെ PRSൻ്റെ അതുവഴി കാണുന്ന വഴിയെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാം. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു റൗണ്ടാന വരും. ആ റൗണ്ടാനയിൽ നിന്ന് വലത്തോട്ട് പോയ ആറ്റുകാൽ ക്ഷേത്രമാണ്. ആ റൗണ്ടാനയിൽ നിന്ന് നമുക്ക് നേരെ തന്നെ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. നല്ല വൈഡായിട്ടുള്ള റോഡ് ഫ്രണ്ടേജാണ്. റോഡ് ഫ്രണ്ടേജ് നോക്കി, ഇത്രയും വൈഡായിട്ടുള്ള ഫ്രണ്ടേജ് നമുക്ക് കിട്ടും. നമുക്ക് ഈ റോഡ് ലെവലിനെക്കാട്ടും കുറച്ചൊന്ന് താഴ്ന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. നമുക്ക് താഴെ സെല്ലാർ ചെയ്ത് മേളിലേക്ക് പൊക്കി വരാം. ഇതിൻ്റെ സൈഡിലേക്കുള്ള ബിൽഡിങ്സൊക്കെ നോക്കി അതെല്ലാവരും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതെന്തിൻ്റെ ഒരു ഗോഡൗൺ ആണെന്നുണ്ട്. അതിൻ്റെ താഴെ സെല്ലാറും മേളിൽ വീണ്ടും കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് ഇനി അടുത്തൊരു കമേഴ്സ്യൽ കെട്ടിടത്തിൻ്റെ വർക്ക് ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അവിടെ ആ മതിലൊന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അത് അവിടെ വർക്ക് നടക്കുന്നതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് പോയതാണ്. അത് അവർ തന്നെ കെട്ടി ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും. അതായത് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് ആ മതിലെല്ലാം കെട്ടി തിരിച്ച് തന്നെ ആയിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് കേട്ടോ. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ പിൻവശത്തേക്കുള്ള വീടുകളുണ്ട്. അതൊരു വില്ല പ്രോജക്റ്റാണ്. അതിനകത്തും ഫുള്ള് വീടുകളാണ്. അങ്ങനെ ഒരു പ്രൈം ലൊക്കേഷനിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത്. നല്ല കരഭൂമിയാണ് കേട്ടോ. ഷേപ്പ് വന്നിട്ട് ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് ബാക്കിൽ നോക്കി അവിടെ ഒരു കോണിപ്പ് ഇങ്ങനെ വരുന്നുണ്ടേ. ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. അപ്പോൾ ഈ റോഡ് ലെവലിനെക്കാട്ടും താഴ്ത്തിയിട്ട് നമുക്കിവിടെ പാർക്കിങ്ങോ അല്ലെങ്കിൽ താഴെ ഒരു സെല്ലാറിലോ ഒരു സംഭവം ചെയ്തിട്ട് അതിന് മേളിലേക്ക് നമുക്ക് കെട്ടിപ്പൊക്കിയെടുക്കാം. അല്ലാണ്ട് ഇതിൽ മണ്ണൊന്നും ഇട്ട് നിർത്തേണ്ട കാര്യമില്ല. കാരണം ഈ ലെവലിൽ തന്നെയാണ് പിൻവശത്തേക്ക് ഇരിക്കുന്ന വീടുകളും ഈ തൊട്ടടുത്തുള്ള വീടുകളും എല്ലാം ഇരിപ്പുള്ളത് കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു റേറ്റിന് വാങ്ങിക്കാം. പെർ സെൻറ്റ് വെറും 16 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഇപ്പോൾ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് കരമനയിലൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ചെറിയ ചെറിയ വഴികളിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ സെൻറ്റിന് 16 രൂപ 20 രൂപ ആ റേഞ്ചിലെ പ്രൈസ് വരുന്നുണ്ട്. ഇത് നമുക്കൊരു മെയിൻ റോഡ് ഫ്രണ്ടേജാണ്. നമ്മുടെ കിള്ളിപ്പാലം ആ ഒരു ബണ്ട് റോഡിൽ നിന്ന് അങ്ങനെ വരുന്ന കാലടിയിലേക്ക് പോകുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജാണ്. ആ ഫ്രണ്ടേജ് നല്ല വൈഡ് ഫ്രണ്ടേജ് കണ്ടോ. അവിടം തൊട്ട് ആ മതിൽ കണ്ടോ, അതിങ്ങനെ ഒന്ന് കയറും. ഇത്രയും നല്ല വൈഡ് ഫ്രണ്ടേജ് കിട്ടും. നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. പെർ സെൻറ്റ് 16 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേറെ ബ്രോക്കറേജ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ നേരിട്ടുള്ള ഡീലിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാം. എപ്പോഴും നമ്മൾ ഒരു പ്രോപ്പർട്ടിയുടെ വില പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അവർ ഒരു ആൾ കാണുന്നത് ചിലപ്പം ബ്രോക്കർ ത്രൂ ആണ് നടക്കുന്നതെങ്കിൽ ബ്രോക്കറിന് കൊടുക്കേണ്ട ഒരു ഇതും കൂടെ അതിനകത്ത് എപ്പോഴും ചേർത്ത് വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് കൂടെ നിങ്ങൾക്ക് താഴ്ത്തി വാങ്ങാൻ സാധിക്കും. നമുക്കിവിടെ ഫ്രണ്ടേജ് നോക്കുമ്പോൾ ഏകദേശം 36 മീറ്ററാണ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നത്. അതുപോലെ ഇവിടെ നിന്ന് കാലടി ജംഗ്ഷനിലേക്ക് നമുക്കൊരു 150-200 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. തൊട്ടടുത്ത് ആ വളവ് കഴിഞ്ഞാൽ കാലടി ജംഗ്ഷനായി. അത്ര അടുത്താണ് കാലടി ജംഗ്ഷൻ ഉള്ളത്. നമുക്ക് PRSൻ്റെ അവിടെ നിന്ന്, അതായത് കിള്ളിപ്പാലത്തിൻ്റെ അവിടെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1.5-1.600 അത്രയൊക്കെയാണ് നമുക്ക് അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇത് പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് വേഗം തന്നെ ഡീലായിരിക്കും.